കലക്കി അങ്ങനെ ഹീറോയിനെ പോലെയാ ഡാൻസ് കളിക്കുന്നത്. എന്നൊന്ന് പറയണോ, ഞാന് ഹീറോയിൻ ആവാൻ ആഗ്രഹിച്ചതാ. ഒരുപാട് സിനിമകളും ഞാനും കണ്ടതാ. ഹീറോയിൻ ആവാൻ കഴിയാത്തോണ്ട് ഞാൻ കൊള്ളക്കാരിയായിട്ട് മാറി. ഒരു ദാക്ഷിണ്യമില്ലാതെ. എല്ലാവരും ഉടൻ തന്നെ തയ്യാറായിക്കോളൂ. നന്നായിട്ട് 4 മഴ പെയ്തു കഴിഞ്ഞാൽ റോഡെല്ലാം കുളമാണ്. ഇന്നെന്റെ ബോസിന്റെ അനന്തരവന്റെ വിവാഹമാണ്. അടികൈ. ഇതാ ഈ വലം വെക്കലോട് കൂടി ഇവരുടെ വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇവരെ ആശീർവദിക്കുക. കുട്ടിയുമായി വരുന്നുണ്ട്. കല്ല് പെറുക്കി മാറ്റാതെ ആരാണ് പച്ചരി പൊടിച്ചത്? നീ എന്തിനാണ് എന്റെ നെഞ്ചിന് മേലെ തോക്ക് വെച്ചത്? അടികൈ. ഇതുവരെ ഞാൻ 3 ഗ്രാമത്തിൽ മോഷ്ടിക്കാനായി പോയി. പക്ഷെ ഒരുത്തന്റെ അടുത്തും 10 പൈസ പോലും ഇല്ല. ഞാൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഇനി കവിത എങ്ങാനും പറഞ്ഞ നിന്നെ ഞാൻ വെടിവെക്കും. ഒരു ദാക്ഷിണ്യമില്ലാതെ. ഹോട്ടലിൽ പോയി ചോദിക്കാതെ കിട്ടുന്നത് ബില്ല. എന്നോട് ക്ഷമിച്ചേക്കൂ, ഞാൻ ഇനി കവിത പറയില്ല. അടികൈ. സോറി, ഈ കവിത ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എല്ലാം കൊള്ളയടിക്ക്, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ. ഞങ്ങൾക്കുള്ളതായി. എന്തായാലും നിങ്ങളുടെ വെയിറ്റ് ഞാൻ അങ്ങ് കുറച്ചേക്കാം. എല്ലാം കൊള്ളയടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പോകാം. കൂട് തുറന്നപ്പോൾ കിളി പറന്നുപോയി. കൊള്ളക്കാർ വന്ന് എല്ലാം കൊണ്ടുപോയി. അടികൈ. ആദ്യം എന്റെ ബാഗ് കൊള്ളയടിച്ചു. ഇപ്പോൾ ഈ കല്യാണത്തിൽ വന്ന എല്ലാം കൊള്ളയടിച്ചോണ്ട് പോയി. അതിനുവേണ്ടിയാണോ ഞാൻ കൈയടിക്കേണ്ടത്? ചെല്ല്, വേഗം ചെന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേ. കിറ്റി, നീ വീട്ടിലേക്ക് വെക്കോ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് വന്നേക്കാം. ഇന്നെന്തായാലും നല്ല ദിവസമാണ്. നിങ്ങളോടൊപ്പം ഹണിയുമുണ്ട്. എന്നാൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇൻസ്പെക്ടർ പാണ്ട, ഇൻസ്പെക്ടർ പാണ്ട. എല്ലാരും ഒഴിച്ചല്ലേ, അപ്പൊ ഞാനും ഒഴിക്കും. വേണ്ട, ഞാൻ എന്താ ഡസ്റ്റ്ബിൻ ആണെന്ന് വിചാരിച്ചോ? സോറി, എന്നോട് ക്ഷമിക്കൂ ഇൻസ്പെക്ടർ പാണ്ട. പരാതി കൊടുക്കാനുള്ള വെപ്രാളത്തിലെല്ലാം തെറ്റിപ്പോയതാ. എന്ത് പറ്റി കന്ന സാർ? അവധി കിട്ടിയപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോയി. ഗുഡ്ലി ബായ് എന്ന കൊള്ളക്കാരി എല്ലാം കട്ടുകൊണ്ടുപോയി. അടിക്കൈ. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ കൊച്ചളിയ? ആ കൊള്ളക്കാരിയെ പിടിക്കാതെ ഞാൻ വിടുകയില്ല. ഒരുപാട് വിളിച്ചു കൂവിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. കൊള്ളക്കാരിയെ പിടിച്ചില്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ ജോലിയുമില്ല. അടികൈ. ബാങ്കിൽ പോയാലങ്ങ് ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒന്നും ഉണ്ടായിരിക്കടാ. ഇൻസ്പെക്ടർ പാണ്ട, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്താ ചെയ്യാ? ഈ കൊള്ളക്കാരി തന്റെ പൂച്ച പരിവാരങ്ങളുമായിട്ട് വന്ന് കൊള്ളയടിച്ച് കാട്ടിലേക്ക് മറയുകയാണ്. ഈ കൊള്ളക്കാരി കുട്ട്ലി ബായി പൂച്ചകളുടെ പേരൊക്കെ നശിപ്പിച്ചോണ്ടിരിക്കുക. ഇൻസ്പെക്ടർ പാണ്ട, ആ കൊള്ളക്കാരിയെ പിടിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ആ കാട് അവരുടെ കൈവശമാണ്. അതിലെ എല്ലാ വഴികളും അവർക്കറിയാം. മാത്രമല്ല അവരുടെ കയ്യിൽ തോക്കുമുണ്ട്.
അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. നാളെ നിങ്ങളുടെ ടീമും ഞങ്ങളുടെ കൂട്ടുകാരും കാട്ടിലേക്ക് പോകാം. എന്നാൽ അങ്ങ് വരുമ്പോൾ യൂണിഫോം ഇല്ലാതെ വരണം. കൂട്ടുകാരെ, എന്റെ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അതെ ബോയ്, ഞാൻ കുട്ട്ലി ബായെ വിടുകയില്ല. അവൾ കഴിഞ്ഞ ആഴ്ച കൊള്ളയടിച്ച ബാങ്കിലാ ഞങ്ങളുടെ എല്ലാവരുടെയും കാശ് ഉണ്ടായിരുന്നത്. ആവശ്യമില്ലാത്ത ചവറുകളെല്ലാം കത്തിക്കണേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ വീട്ടിലെത്തിക്കണേ. അടികൈ എന്നാ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് ആ ടീമിനെ തന്നെ മൊത്തത്തിലങ്ങ് പോക്കാന്നേ. നിർത്താ. എടാ എടാ, എന്നെ ആരെങ്കിലും താഴെ ഇറക്ക്. മരത്തിൽ നിന്ന് ഇറങ്ങാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അങ്ങനെ മരത്തിൽ കയറി ഇരിക്കുന്നേ? ഇറക്കാനാ പറഞ്ഞത്, തള്ളിയിടാനല്ല. എടാ, നിർത്തുന്നതിന് മുമ്പ് ഒന്ന് വാണിംഗ് ചെയ്ത് നിർത്തിക്കൂടായിരുന്നോ? അല്ല, എന്തിനാ നീ നിർത്തിയത്? നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. കൊള്ളക്കാർ താമസിക്കുന്നത് അവിടെയാണ്. എവിടെയും കാണുന്നില്ലല്ലോ. നിനക്കെങ്ങനെ അറിയാം? കുതിരകളുടെ കാൽപ്പാടുകളുണ്ട് അവിടെ. അങ്ങോട്ട് നോക്കൂ. അടിപൊളി. എല്ലാവരും സന്തോഷത്തിൽ മുഴുകിയിരിക്കുക. ഉടൻ തന്നെ ആയുധങ്ങൾ എടുത്ത് മാറ്റാ. ഇവര് വളരെ അപകടം പിടിച്ച ആൾക്കാരാണ്. സംശയമുണ്ടോ? അതെ ബായ്, എന്നാൽ നമ്മൾ ആരാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. കലക്കി. അങ്ങനെ ഹീറോയിനെ പോലെയാ ഡാൻസ് കളിക്കുന്നത്. എന്തോന്ന് പറയാനാ, ഞാന് ഹീറോയിൻ ആവാൻ ആഗ്രഹിച്ചതാ. ഒരുപാട് സിനിമകളും ഞാനും കണ്ടതാ. ഹീറോയിൻ ആവാൻ കഴിയാത്തോണ്ട് ഞാൻ കൊള്ളക്കാരിയായിട്ട് മാറി. ഒരു ദാക്ഷിണ്യമില്ലാതെ. എല്ലാവരും ഉടൻ തന്നെ തയ്യാറായിക്കോളൂ. നിനക്ക് നൃത്തം വലിയ ഇഷ്ടമല്ലേ? എന്നാ ഇപ്പൊ കണ്ടോ ചവിട്ട നാടകം. നിങ്ങളൊക്കെ ആരാണ്? പോലീസ്. 4 വശത്തു നിന്നും നിന്നെ ഞങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. എന്നെ പിടിക്കാനായി പോലീസ് സേനയിൽ ഇതുവരെ ആരും തന്നെ ജനിച്ചിട്ടില്ല. വേഗം ആയുധങ്ങൾ എടുക്ക്. ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. പശുവിനെ കെട്ടാനായി അടിച്ചു വെച്ചു കുറ്റി. നിന്റെ തോക്കുകൾ ഞങ്ങൾ നേരത്തെ എടുത്തു മാറ്റി. അടികൈ നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാനായി എന്റെ കൈകൾ മാത്രം എനിക്ക് മതിയാവുന്നതായിരിക്കും. പോലീസുകാരനെ തന്നെ തല്ലുകയാണോ? തല്ലുമ്പോൾ ഞാൻ ആരാണെന്ന് നോക്കാറില്ല. നന്നായിട്ട് തല്ലും, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ. ആഹാരം നന്നായിട്ട് കഴിക്കണമെങ്കിൽ ഉണ്ടാവണം കറി. എന്നെ തല്ലുന്ന എന്തിനാ? ഞാനൊരു റഫറിയാണ്. അടി അടി കയ്യെന്നാ ഞാൻ പറഞ്ഞത്. എന്റെ കവിളടിച്ച് പരത്താനല്ല. ഞാനൊരു പാവാ.
ഇവര് രക്ഷപ്പെടാൻ നോക്കുകയാണ്. നിങ്ങളുടെ പക്കൽ ഒരുപാട് ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും എന്റെ ഗ്യാങ്ങിൽ ചേർന്നോളൂ. നമുക്ക് എല്ലാവർക്കും ഈ സിറ്റിയിലെ എല്ലാ കാശും അടിച്ചെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. ഇങ്ങനെ പറയാനായിട്ട് നിനക്ക് നാണമില്ലേ? കൊള്ളക്കാരിയായി മാറി പൂച്ചകളുടെ പേര് നശിപ്പിക്കുകയാണോ? ആരിവിടെ കൊള്ളക്കാരെ ജനിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇൻസ്പെക്ടർ? എന്നെ പിടിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എപ്പോഴും അത് നടക്കാത്ത ഒരു സ്വപ്നം മാത്രമായിരിക്കും. എന്റെ പണി തീർന്നു. ഈഷ്, ഇവളെ പിടിച്ചു കൊടുത്താൽ സമ്മാനമുണ്ട്. ആ കാശ് നിങ്ങൾക്ക് തന്നെ കിട്ടും. എന്റെ സാറേ, ഈ കാശിന്റെ കാര്യം വിട്ടേക്ക്. ആ കാശിനെ കുറിച്ച് ആലോചിക്ക്. ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച കാശ്. ആ കാശ് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അത് മുഴുവൻ ആ ടിന്നിനകത്തുണ്ട്. ബാങ്കിന്റെ കാശ് മുഴുവൻ തിരിച്ചു കിട്ടി. കന്നയുടെ മുഖത്ത് വീണ്ടും ചിരിയെത്തി. അടികൈ.